നമസ്കാരം. സ്വന്തമായിട്ടൊരു വീട് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അതായത് ഒരു വീട് വെക്കുക അല്ലെങ്കിൽ ഒരു വീട് വാങ്ങുക എന്ന് പറയുന്നത് ഏതൊരു സാധാരണക്കാരനും ആഗ്രഹിക്കുന്ന ഒന്നാണ്. നമുക്കൊരു വീട് വാങ്ങുക അല്ലെങ്കിൽ വീട് വെക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഭയങ്കരമായിട്ടുള്ള എക്സ്പെൻസ് ഉള്ള ഒരു കാര്യമാണ്. നമ്മളൊരു സാധാരണ ഫോൺ വാങ്ങുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങുന്നത് പോലെയുള്ള അത്ര ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ല. ഒരു വലിയ എമൗണ്ട് നമ്മൾ ഒരുമിച്ച് കാണേണ്ട അവസ്ഥ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് നമ്മളൊരു വീടിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ സാധാരണയായി ആളുകൾ എന്താണ് ഓപ്റ്റ് ചെയ്യുന്നത്? അതൊരു ഹോം ലോൺ തന്നെ ആയിരിക്കും, ഒരു ഭവന വായ്പ തന്നെ ആയിരിക്കും സാധാരണയായിട്ടും ഏതൊരു സാധാരണക്കാരും അപ്രോച്ച് ചെയ്യുന്ന ഒരേ ഒരു മാർഗം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, നിങ്ങളൊരു ഹോം ലോൺ എടുക്കുന്ന സമയത്ത് അത് ഏത് സാമ്പത്തിക സ്ഥാപനത്തിൽ നിന്നും എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതായത് ഒരു ഗവൺമെൻറ് ബാങ്കിൽ നിന്ന് എടുക്കുന്നതാണോ, ഒരു പ്രൈവറ്റ് ബാങ്കിൽ നിന്നും എടുക്കുന്നതാണോ, അല്ലെങ്കിൽ ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയിൽ നിന്നും എടുക്കുന്നതാണോ നല്ലത് എന്ന് ഈ വീഡിയോയിൽ നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ഇൻട്രസ്റ്റ് റേറ്റ്, അതുപോലെ തന്നെ തിരിച്ചടവ് കാലയളവ്, ലോണിൻ്റെ പ്രത്യേകതകൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്തുകൊണ്ട് ഈ വീഡിയോയിൽ നമ്മൾ ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ബോസ് വാല മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അവിനാശ്. ഹോം ലോൺ എടുക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പലപ്പോഴും പലയിടങ്ങളിൽ പരസ്യങ്ങളൊക്കെ കാണാറുണ്ട്. വെറും 2 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ ഭവന വായ്പ റെഡിയാക്കി തരുന്നു, നിങ്ങളുടെ വീട്ടിൽ വെച്ച് എല്ലാ ഡോക്യുമെന്റേഷനുകളും ചെയ്ത് വളരെ ഈസി ആയിട്ട് 2 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ ഹോം ലോൺ സാങ്ഷൻ ആക്കി തരുന്നു എന്നുള്ള ടെംപ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഓഫറുകൾ നമ്മൾ പലയിടത്തും കാണാറുണ്ട്. പക്ഷേ നിങ്ങൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ഭവന വായ്പ വളരെ ചെറിയ കാലയളവിലേക്കുള്ള ഒരു കമ്മിറ്റ്മെന്റ് അല്ല. പകരം 15, 20, 30 വർഷം കാലയളവുള്ള അല്ലെങ്കിൽ അതിൽ കൂടുതൽ കാലയളവിലേക്ക് നമ്മൾക്കുണ്ടാകുന്ന ഒരു ഫിനാൻഷ്യൽ ബേർഡനാണ്, ഒരു കടബാധ്യതയാണ് ഭവന വായ്പ എന്ന് പറയുന്നത്. നിങ്ങൾ സ്മാർട്ടായിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭവന വായ്പ ഇനത്തിൽ ലക്ഷങ്ങൾ ലാഭിക്കാൻ കഴിയും. ഇനി അതല്ല, നിങ്ങൾ വേഗത്തിൽ ലോൺ ലഭിക്കും എന്നുള്ളത് കൊണ്ട് നല്ലതല്ലാത്ത ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ലക്ഷങ്ങൾ നിങ്ങൾക്ക് കടം കയറാനുള്ള സാധ്യതയും വളരെ വളരെ കൂടുതലാണ്. സോ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങളും അനലൈസ് ചെയ്ത് പരിശോധിക്കാം. ഭവന വായ്പയുടെ പ്രധാനപ്പെട്ട സോഴ്സുകൾ എന്തൊക്കെയാണ്? ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ, ഒന്ന് ഗവൺമെന്റ് ബാങ്കുകൾ, രണ്ടാമത്തേത് പ്രൈവറ്റ് ബാങ്കുകൾ, മൂന്നാമത്തേത് ബാങ്ക് ഇതര സാമ്പത്തിക സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികൾ. ഇത് നമ്മൾ ഗവൺമെന്റിനെയും പ്രൈവറ്റിനെയും ബാങ്കുകൾ എന്ന സെക്ടറിൽ വരുത്തി നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളെ സെപ്പറേറ്റ് ആക്കി ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം. ബാങ്കുകളുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ, കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് പലിശ നിരക്ക് ഇവിടെ വളരെ വളരെ കുറവായിരിക്കും. കാരണം ഇത് RBI റെഗുലേറ്റഡ് ആണ്. മാത്രമല്ല, നിങ്ങളുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടും നിങ്ങൾക്ക് ലോൺ തിരിച്ചടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം ബാങ്കുകൾ വളരെ തറവായിട്ട് പരിശോധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ലോൺ അപ്രൂവൽ ആവുന്നത് അത്ര ഈസി ആയിട്ടുള്ള അല്ലെങ്കിൽ അത്ര ക്വിക്ക് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല. എന്നാൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് ലോൺ അപ്രൂവ് ആവുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും. ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ലോൺ ലഭിക്കാനുള്ള ഒരുപാട് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികൾ ഇന്ന് മാർക്കറ്റിൽ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കേണ്ട ഡോക്യുമെന്റ്സ്, നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട രേഖകൾ വളരെ തുച്ഛമായിരിക്കും. വളരെ കുറച്ച് രേഖകൾ മാത്രം നമ്മൾ സബ്മിറ്റ് ചെയ്താൽ മതിയാവും. മാത്രമല്ല, അൺസ്റ്റേബിൾ ആയിട്ടുള്ള വരുമാനം ഉള്ളവർക്കും അല്ലെങ്കിൽ സിബിൽ സ്കോർ കുറവുള്ള ആളുകൾക്കും ലോൺ ലഭിക്കാനുള്ള സാധ്യത ഇവിടെ കൂടുതലാണ്. പക്ഷേ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളുടെ ബാങ്ക് ഇതര സാമ്പത്തിക സ്ഥാപനങ്ങളുടെ പലിശ നിരക്ക് വളരെ വളരെ കൂടുതലായിരിക്കും ബാങ്കുകളുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്, ഈ ഓഗസ്റ്റ് മാസത്തിൽ ഗവൺമെന്റ് ബാങ്കുകളിലും അതുപോലെ തന്നെ പ്രൈവറ്റ് ബാങ്കുകളിലും ബാങ്ക് ഇതര സ്ഥാപനങ്ങളിലും ഉണ്ടാകുന്ന പലിശ നിരക്കിന്റെ ഒരു കമ്പാരിസൺ ആണ്. നമുക്കൊരു ടേബിളിന്റെ സഹായത്തോടെ അത് മനസ്സിലാക്കാം. ഗവൺമെന്റ് ബാങ്കുകളിൽ ഭവന വായ്പക്കുള്ള പ്രതിവർഷ പലിശ നിരക്ക് 7.35% തൊട്ട് 8.95% വരെയാണ്. അത് പ്രൈവറ്റ് ബാങ്കുകളിലേക്ക് ആവുമ്പോൾ 7.70% തൊട്ട് 9.55% വരെയാണ് ഭവന വായ്പക്കുള്ള പ്രതിവർഷ പലിശ നിരക്ക്. എന്നാൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളിലാവട്ടെ 8.75% മുതൽ 12% അതിൽ കൂടുതലോ ആവാം ഭവന വായ്പക്കുള്ള പ്രതിവർഷ പലിശ നിരക്ക്. ശ്രദ്ധിക്കുക, ഇതൊരു ഇൻഡിക്കേറ്റീവ് റേറ്റ് മാത്രമാണ്. ഇതിന് ഫൈനൽ പലിശ നിരക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രതിമാസ വരുമാനം, അതുപോലെ തന്നെ സിബിൽ സ്കോർ, പ്രോപ്പർട്ടി ഡീറ്റെയിൽസ്, ഇതിനെല്ലാം ആശ്രയിച്ചിരിക്കും. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്, വീട് വെക്കുന്നതിനായിട്ട് നമ്മൾ 20 വർഷത്തേക്ക് 50 ലക്ഷം രൂപ ഭവന വായ്പ എടുക്കുന്ന സമയത്ത് അതെങ്ങനെയാണ് വർക്ക് ആവുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. അതായത് ഗവൺമെന്റ് ബാങ്ക്, പ്രൈവറ്റ് ബാങ്ക്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികൾ, ഇവയിലെ പലിശ നിരക്ക്, തിരിച്ചടവ് കാലയളവ്, പ്രതിമാസം അടയ്ക്കേണ്ട EMI, മൊത്തം പലിശ, മൊത്തം റീപേയ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്തുകൊണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇവിടെ കാണാം, പലിശ നിരക്ക് ഗവൺമെന്റ് ബാങ്കിൽ 7.35% നമ്മൾ കൊടുത്തിരിക്കുന്നത്, പ്രൈവറ്റ് ബാങ്കിൽ 7.70% കൊടുത്തിരിക്കുന്നു, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളിൽ 8.75% കൊടുക്കുന്നു. ഇവിടെ നമ്മൾ എടുക്കുന്ന ലോൺ എമൗണ്ട് 50 ലക്ഷം രൂപ, അതുപോലെ തന്നെ കാലയളവ് 20 വർഷം. ഗവൺമെന്റ് ബാങ്കിൽ നിന്നാണ് നമ്മൾ ലോൺ എടുക്കുന്നതെങ്കിൽ 7.35% പലിശ നിരക്കിൽ പ്രതിമാസം അടയ്ക്കേണ്ട EMI 39,822 രൂപയാണ്. അത് പ്രൈവറ്റ് ബാങ്കിലേക്ക്
ബാങ്കുകളിലേക്ക് വരുന്ന സമയത്ത് 40,893 രൂപയും നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികളിൽ 8.7% പലിശ നിരക്കിൽ 44,186 രൂപയുമായി മാറുന്നു. ഇനി ഗവൺമെന്റ് ബാങ്കിൽ നമ്മൾ മൊത്തം അടക്കുന്ന പലിശ നിരക്ക്, അതായത് 20 വർഷത്തേക്ക് നമ്മൾ പലിശ ഇനത്തിൽ മാത്രം അടക്കുന്ന തുക 45,57,000 രൂപ. പ്രൈവറ്റ് ബാങ്കിലേക്കാവുമ്പോൾ 48,14,000 രൂപ. നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികളിലാവുമ്പോഴേക്കും 50 ലക്ഷം രൂപയിൽ കൂടുതലാണ് നമ്മൾ പലിശ ഇനത്തിൽ മാത്രം അടക്കുന്നത്. ശ്രദ്ധിക്കുക, നമ്മൾ എടുക്കുന്ന ലോൺ എമൗണ്ട് 50 ലക്ഷം രൂപ, അവിടെ നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികളിൽ എടുക്കുന്ന സമയത്ത് അതേ 50 ലക്ഷം രൂപ പലിശയായിട്ട് മാത്രം നമ്മൾ അടക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ടോട്ടൽ റീപേയ്മെന്റ്, നമ്മൾ മൊത്തം തിരിച്ചടക്കുന്ന തുക മുതലും പലിശയും അടക്കം എത്രയാണ് വരുന്നത്? അത് ഗവൺമെന്റ് ബാങ്കിലാവുമ്പോഴേക്കും 50 ലക്ഷം രൂപ നമ്മൾ ലോൺ എടുത്താൽ 20 വർഷം കഴിയുമ്പോഴേക്കും നമ്മൾ 95,57,000 രൂപയാണ് നമ്മൾ ഗവൺമെന്റ് ബാങ്കിൽ മൊത്തം തിരിച്ചടക്കുന്ന തുക. അത് പ്രൈവറ്റ് ബാങ്ക് ആവുമ്പോഴേക്കും അത് 98,14,000 രൂപയായി മാറുകയും നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികളിലേക്ക് വരുന്ന സമയത്ത് അത് 1,06,000 രൂപ ആവുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ പലിശ നിരക്കും അതിന്റെ കമ്പാരിസണും കൃത്യമായിട്ട് ഈ ടേബിൾ നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾ ലോൺ എടുക്കാൻ പോകുന്നെങ്കിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു കമ്പാരിസൺ നിങ്ങൾ നടത്താതെ ഒരിക്കലും നിങ്ങൾ ഭവന വായ്പ എടുക്കരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കറക്റ്റ് ലെൻഡറെ നിങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ലോൺ എടുക്കേണ്ടത് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങൾ പോവുകയാണെങ്കിൽ 10 ലക്ഷത്തോളം രൂപ ലാഭിക്കാൻ നിങ്ങൾക്ക് സാധ്യമാണ്. ഇപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് സംശയമുണ്ടാകും, എന്തുകൊണ്ടാണ് ഈ ബാങ്ക് ഇതര സാമ്പത്തിക സ്ഥാപനങ്ങൾ ഇത്രയും ചാർജ് അല്ലെങ്കിൽ ഇത്രയും പലിശ നിരക്ക് കൊണ്ടുവരുന്നത് എന്ന്. അതെന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. ബാങ്കുകളെ പോലെ കറണ്ട് അക്കൗണ്ട് ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ സേവിങ്സ് അക്കൗണ്ട് ഡെപ്പോസിറ്റോ NBFCകൾക്കില്ല. അതുകൊണ്ട് തന്നെ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവർ മാർക്കറ്റിൽ നിന്നും വലിയ റേറ്റിന് പൈസ എടുക്കുകയും ഇത് കസ്റ്റമേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇവർക്ക് ഈ വലിയ റേറ്റ് എങ്ങനെയാണ് തിരിച്ചടക്കാൻ പറ്റുന്നത്? സ്വാഭാവികമായിട്ടും കസ്റ്റമറിൽ നിന്ന് ലഭിക്കുന്ന പലിശ നിരക്കിലൂടെ മാത്രമാണ്. മാത്രമല്ല, ക്രെഡിറ്റ് സ്കോർ കുറഞ്ഞ അല്ലെങ്കിൽ സ്ഥിര വരുമാനം ഇല്ലാത്ത ആളുകൾക്ക് ലോൺ കൊടുക്കുന്നത് വഴി വലിയ റിസ്ക് തന്നെയാണ് ഇവർ എടുക്കുന്നത്. അതുകൂടാതെ ബാങ്കുകളെ പോലെ RBIയുടെ റെപ്പോ റേറ്റിന് കണക്കായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് ലിങ്ക് ചെയ്യേണ്ട ആവശ്യം ഇത്തരത്തിലുള്ള നോൺ ബാങ്കിംഗ് കമ്പനികൾക്ക് ഇല്ല. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികൾ വലിയ പലിശ നിരക്ക് ഭവന വായ്പയ്ക്ക് ചെലുത്തുന്നത്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു ബാങ്കിൽ നിന്ന് മാത്രം ഭവന വായ്പ എടുക്കണം എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് നോക്കാം. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ 750 മുകളിലോ നിങ്ങൾക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻകമോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാങ്കുകളിൽ നിന്നും ഭവന വായ്പ ലഭിക്കും. അതുകൂടാതെ പ്രോപ്പർ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ്, ക്ലിയർ ആയിട്ടുള്ള വെരിഫിക്കേഷൻസ് ഇതെല്ലാം ഉണ്ടെങ്കിൽ ബാങ്കാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഓപ്ഷൻ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബാങ്കുകൾക്ക് പലിശ നിരക്ക് കുറവാണ്. കുറഞ്ഞ പലിശ നിരക്ക് എന്ന് പറയുന്നത് കുറഞ്ഞ EMI-യുമാണ്. ഇത് നിങ്ങൾക്ക് പ്രതിമാസം ഒരുപാട് തുക ലാഭിക്കുന്നതിന് അല്ലെങ്കിൽ സേവ് ചെയ്യാൻ സഹായമാകുന്നു. അതുകൂടാതെ ഗവൺമെന്റ് ബാങ്കുകളും പ്രൈവറ്റ് ബാങ്കുകളുമാണ് നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികളെക്കാൾ കൂടുതൽ സുതാര്യമായതും വിശ്വസിക്കാൻ പറ്റുന്നതും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളൊരു നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനിയെ എപ്പോഴാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നതാണ്. ഒന്ന്, നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കുറവാണ്, പക്ഷേ നിങ്ങൾക്കൊരു ഭവന വായ്പ എടുത്ത് വീട് വെച്ചേ പറ്റൂ. രണ്ടാമത്തെ കാര്യം, ബാങ്കുകൾ നിങ്ങളുടെ ലോൺ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യുമ്പോൾ. മൂന്നാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വരുമാനം ഇറഗുലർ ആണെങ്കിൽ, അതല്ല നിങ്ങളുടെ പ്രോപ്പർട്ടി ബാങ്ക് നിഷ്കർഷിക്കുന്ന ക്രൈറ്റീരിയയ്ക്ക് താഴെ വരുന്നില്ലെങ്കിൽ. ഇത്തരം സാഹചര്യങ്ങളിലുള്ള ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികളെ സമീപിക്കാം. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കൂടിയ പലിശ നിരക്ക് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ സേഫ്റ്റി എന്ന് പറയുന്നത് അത്ര സേഫ് അല്ലാത്ത ഒരു ഓപ്ഷൻ തന്നെയാണ് നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പരിശോധിക്കാം എങ്ങനെയാണ് നമുക്ക് ഏറ്റവും കുറഞ്ഞ പലിശ നിരക്ക് ലഭിക്കുന്നത് അല്ലെങ്കിൽ മികച്ച പലിശ നിരക്ക് ലഭിക്കുന്നത് എന്ന്. ഒന്ന്, നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ 750 അതിന് മുകളിലോ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പലിശ നിരക്ക് കുറഞ്ഞ രീതിയിൽ ഭവന വായ്പ ലഭിക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം, സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വരുമാനം, ഒരു സ്ഥിര വരുമാനം, സ്ഥിരമായിട്ടുള്ള ജോലി അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ഥിര വരുമാനമുള്ള ബിസിനസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. കൂടാതെ നിങ്ങളുടെ പ്രോപ്പർട്ടി ഡോക്യുമെന്റ്സ്, അതുമായി ബന്ധപ്പെട്ട രേഖകൾ എല്ലാം പ്രോപ്പർ ആണ്, എല്ലാം കൃത്യമായിട്ടുള്ളതാണ്, ജെനുവിൻ ആണ് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് റെപ്പോ റേറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള ലോണുകളെ നിങ്ങൾ സമീപിക്കുക. കാരണം RBI റേറ്റ് കുറക്കുന്ന സമയത്ത് നിങ്ങളുടെ പലിശ നിരക്കും കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ലോണിനെ കുറിച്ച് പറഞ്ഞു, പലിശ നിരക്കിനെ കുറിച്ച് പറഞ്ഞു, എവിടെ നിന്നാണ് ലോൺ എടുക്കാൻ സേഫ് ആയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. നിങ്ങളൊരു ഹോം ലോൺ എടുക്കാൻ പോകുന്ന സമയത്ത് തീർച്ചയായും നിങ്ങൾ ആദ്യം സമീപിക്കേണ്ടത് ഗവൺമെന്റ് ബാങ്കുകളെയാണ്. അതിനുശേഷം പ്രൈവറ്റ് ബാങ്കുകളിലേക്ക് പോവുക. ഒരു രക്ഷയുമില്ലെങ്കിൽ നിങ്ങൾക്ക് ലോൺ എടുത്തേ പറ്റൂ എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികളെ സമീപിക്കുക. സോ തീരുമാനം നിങ്ങളുടേതാണ്. ലോൺ എടുക്കുന്ന സമയത്ത് വീട് എങ്ങനെയെങ്കിലും വെച്ചേ പറ്റൂ എന്ന് കരുതി എവിടെ നിന്ന് വേഗത്തിൽ ലോൺ കിട്ടുന്നു എന്ന് നോക്കി നിങ്ങൾ പോകരുത്. എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കുക. വീഡിയോയുടെ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് കാലത്തേക്കുള്ള 20-30 വർഷത്തേക്കുള്ള ഒരു ലോങ് ടേം ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ് ആണ് ഹോം ലോൺ അല്ലെങ്കിൽ ഭവന വായ്പ എന്ന് പറയുന്നത്. സോ ബി വൈസ്, വളരെ കൃത്യമായിട്ട് അന്വേഷിച്ച് മാർക്കറ്റ് കമ്പാരിസൺ നടത്തി എവിടെയാണ് കുറഞ്ഞ പലിശ നിരക്ക് ലഭിക്കുന്നത് എല്ലാം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി മാത്രം നിങ്ങളൊരു ഭവന വായ്പയ്ക്കായി ബാങ്കുകളെ സമീപിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ബോസ്വാല മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. ബോസ്വാല, ബി ദ ബോസ്.